മാർക്കറ്റിൽ എപ്പോഴും ഒരു പടി പിന്നിലാണ് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്റ്റോക്കിന്റെ വില പെട്ടെന്ന് കൂടുകയോ അല്ലെങ്കിൽ താഴുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നു. ആ ഒരു വലിയ മൂവ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന്റെ കാരണം ന്യൂസിൽ വരും. ഇന്നലെ കഴിഞ്ഞുപോയ ഒരു ഇൻഫർമേഷൻ വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴേക്കും എല്ലാവരും അത് നേരത്തെ അറിഞ്ഞിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് മാത്രം ആ ഒരു മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ റിവേഴ്സൽ ആയിരിക്കും സംഭവിക്കും. അതിന് നല്ല സാധ്യതയുണ്ട്. വലിയ സ്ഥാപനങ്ങളിലെ ട്രേഡർമാർ, അതായത് ബിഗ് മണി, അവരുടെ നീക്കങ്ങളുടെ സൂചികകൾ ഓപ്ഷൻ മാർക്കറ്റിൽ പലപ്പോഴും ബാക്കി വെക്കാറുണ്ട്. ഒരു പ്രൈസ് ചാർട്ടിൽ കാണുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭയമോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീഡിനെസ്സോ നമുക്ക് എങ്ങനെയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുകയായിരുന്നെങ്കിൽ അത് എത്ര നന്നായേനെ. ഈ മാർക്കറ്റ് സെന്റിമെന്റ്സ് റീഡ് ചെയ്യാൻ ബിഗ് മണി ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇന്ന് അതെന്താണെന്നും അടുത്ത വലിയ മാർക്കറ്റ് മൂവ്മെന്റ് മുൻകൂട്ടി കാണാൻ നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഞാൻ പഠിപ്പിച്ചു തരാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ പലർക്കും ട്രേഡിംഗ് ഒരു റിയാക്റ്റീവ് ഗെയിം പോലെയാണ്. ഒരു ഹെഡ്ലൈൻ വരുന്നു, ഒരു കമ്പനിയുടെ ഏർണിംഗ് മോശമാകുന്നു, അപ്പോൾ നമ്മൾ ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഓടിച്ചെന്ന് പൊസിഷൻസ് മാറ്റുന്നു. നമ്മൾ കാണുന്നത് അതിന്റെ റിസൾട്ട് മാത്രമാണ്, പ്രൈസ് കൂടുന്നതോ അല്ലെങ്കിൽ കുറയുന്നതോ. എന്നിട്ട് അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നു. നമ്മൾ അത് കണ്ടെത്തുമ്പോഴേക്കും ബിഗ് മണി അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം ന്യൂസ് വരുന്നതിന് ഒരുപാട് മുൻപ് തന്നെ അവർ പൊസിഷൻ എടുത്തിരുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാം മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. അവർ റിയാക്ട് ചെയ്യുകയായിരുന്നില്ല, മറിച്ച് മുൻകൂട്ടി കാണുകയായിരുന്നു. ഇത് നിങ്ങളെ ഒരു പടി പിന്നിലാണെന്ന ഒരു ഫീലിംഗ് തരാൻ സാധ്യതയുണ്ട്. പ്രൊഫഷണലുകൾ അവർ മാർക്കറ്റ് സെന്റിമെന്റിനെ പറ്റി സംസാരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ എന്താണ് സത്യത്തിൽ ആ ഒരു സെന്റിമെന്റ്? അതൊരു വെറും ഫീലിംഗ് ആണോ, അതോ അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വാല്യൂ ആണ്? ഇത് അളക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതെങ്ങനെ അളക്കും എന്ന് പഠിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ. തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ വളരെ ബെനിഫിറ്റഡ് ആയിരിക്കും. അപ്പോൾ പ്രോ സൊല്യൂഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രൈസ് ചാർട്ടിനപ്പുറം മാർക്കറ്റിലെ വലിയ പ്ലേയേഴ്സ് എന്തിനാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂളാണ് 25 ഡെൽറ്റ റിസ്ക് റിവേഴ്സൽ. ഈ പേര് കേട്ട് പേടിക്കണ്ട, കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിന് പിന്നിലെ ഐഡിയ വളരെ സിമ്പിളും അതുപോലെ തന്നെ പവർഫുള്ളുമാണ്. കറൻസികളും കമ്മോഡിറ്റികളും പോലെ പലതരം അസറ്റ് ക്ലാസുകളിലും മാർക്കറ്റിന്റെ മൂഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. 25 ഡെൽറ്റ റിസ്ക് റിവേഴ്സലിനെ പ്രൊഫഷണൽ ഗ്രേഡ് സെന്റിമെന്റ് ഗേജ് ആയിട്ട് കരുതേണ്ടതുണ്ട്. ഇത് അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കി ഒരു ലളിതമായ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം തരും. വലിയ പ്ലേയേഴ്സ് ഒരു ക്രാഷിനെയാണോ കൂടുതൽ പേടിക്കുന്നത്, അതോ വലിയ റാലി മിസ്സാവുന്നതിനെയാണോ കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് കൃത്യമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇൻഡിക്കേറ്റർ വായിക്കാൻ പഠിക്കുന്നതിലൂടെ മാർക്കറ്റിന് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ വെറുതെ ഊഹിക്കുകയല്ല, നിങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. ഒറ്റ നമ്പറിൽ നമ്മൾ അളന്നെടുക്കുന്നത് ഈ ഒരു വലിയ ഇൻഫർമേഷൻ ആണ്. റിസ്ക് റിവേഴ്സൽ എന്നത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ട്രേഡിംഗ് പൊസിഷനെയും അർത്ഥമാക്കാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ട്രേഡർമാരുടെ ആ ഒരു ഭയത്തെയും അതുപോലെ തന്നെ ആ ഒരു ഗ്രീഡിനെസിനെയും വെളിപ്പെടുത്തുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന നിലയിലുള്ള റിസ്ക് റിവേഴ്സലിനെ കുറിച്ചാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതിനെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കേണ്ടതുണ്ട്. ഇവയെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട് ഡെൽറ്റ. ലളിതമായിട്ട് പറഞ്ഞാൽ സ്റ്റോക്സിന്റെ പ്രൈസിൽ $1 മാറ്റം വരുമ്പോൾ ഓപ്ഷൻസിന്റെ പ്രൈസിൽ എന്ത് മാറ്റം വരും എന്ന് ഡെൽറ്റ കാണിക്കുന്നു. പക്ഷെ നമ്മുടെ ആവശ്യത്തിന് ഡെൽറ്റയെ ഒരു ഓപ്ഷൻ ഇൻ ദ മണി എക്സ്പ്ലെയിനർ ആകാനുള്ള പ്രോബബിലിറ്റിയുടെ ഒരു ഏകദേശ സൂചനയായിട്ട് കാണാം. ഒരു 25 ഡെൽറ്റ ഓപ്ഷന് ഏകദേശം 25% ചാൻസ് ഉണ്ട്. ഇൻ ദി മണിയിൽ 25 ചാൻസ് ആണ് ഇൻ ദ മണിയിൽ എക്സ്പയർ ആവാനുള്ള ചാൻസ്. എന്തുകൊണ്ട് 25 ഡെൽറ്റ ഉപയോഗിക്കും? ഈ ഓപ്ഷനുകൾ തീർച്ചയായിട്ടും ഔട്ട് ഓഫ് ദ മണിയാണ്. നിലവിലെ പ്രൈസിനോട് വളരെ അടുത്തല്ലാത്തത് കൊണ്ട് ബോറിംഗ് അല്ല, അതുപോലെ തന്നെ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെ തീരെ സാധ്യതയില്ലാത്തതുമാണ്. വലിയ സ്ഥാപനങ്ങൾ വലിയ മാർക്കറ്റ് മൂവ്മെന്റുകൾ വാങ്ങി വെക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ്. രണ്ടാമതായിട്ട് ഇംപ്ലൈഡ് വോളറ്റാലിറ്റി. ഒരു അസറ്റിന്റെ വിലയിൽ എന്ത് മാറ്റം വരുമെന്നതിനെ കുറിച്ചിട്ടുള്ള മാർക്കറ്റിന്റെ പ്രഡിക്ഷൻ ആണ്. ഇത് നിങ്ങൾക്കൊരു ഓപ്ഷന്റെ പ്രൈസിൽ തന്നെ കാണാൻ കഴിയും. ഓപ്ഷൻസിന് വില കൂടുതലാണെങ്കിൽ അതിന്റെ ഉയർന്ന IB ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വില കുറവാണെങ്കിൽ IB കുറവായി. ഇതിനൊരു ഫിയർ പ്രീമിയം ആയിട്ട് വേണം കരുതാൻ വേണ്ടി. ഭയവും അനിശ്ചിതത്വവും കൂടുന്തോറും ആളുകൾ ഓപ്ഷനുകൾക്കായിട്ട് കൂടുതൽ പണം മുടക്കാൻ തയ്യാറാവും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ IB ഉയരുകയും ചെയ്യും. മൂന്നാമതായിട്ട് ഇതെല്ലാം റിസ്ക് റിവേഴ്സലിൽ ഒരുമിച്ച് ചേർക്കേണ്ടതും. ഈ ഇൻഡിക്കേറ്റർ ഒരു 25 ഡെൽറ്റ കോൾ ഓപ്ഷനെ ഇംപ്ലൈഡ് വോളറ്റാലിറ്റി എടുത്ത് അതിൽ നിന്ന് 25 ഡെൽറ്റ പുട്ട് ഓപ്ഷന്റെ ഇംപ്ലൈഡ് വോളറ്റാലിറ്റി കുറയ്ക്കും. ഫോർമുല ഇതാണ്: റിസ്ക് റിവേഴ്സൽ ഈസ് ഈക്വൽ ടു 25 ഡെൽറ്റ കോളിന്റെ IB മൈനസ് 25 ഡെൽറ്റ പുട്ടിന്റെ IB. ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ്. ഒരു വശത്ത് ബുള്ളിഷ് ബെറ്റ്സ് ആയിട്ടുള്ള കോളുകൾ, മറുവശത്ത് ബിയറിഷ് ബെറ്റ്സ് ആയിട്ടുള്ള പുട്ടുകൾ. ഏത് സൈഡാണ് അവരുടെ ബെറ്റുകൾ കൂടുതൽ പ്രീമിയം നൽകുന്നതെന്ന് റിസ്ക് റിവേഴ്സൽ നമുക്ക് പറഞ്ഞു തരും. യഥാർത്ഥ ഡിമാൻഡ് എവിടെയാണെന്ന് ഇത് കാണിച്ചു തരുന്നു. ആളുകൾ വെപ്രാളപ്പെട്ട് വാങ്ങുകയാണോ അല്ലെങ്കിൽ ഒരു റോക്കറ്റിലേക്കുള്ള ടിക്കറ്റുകൾ ആവശ്യത്തോടെ വാങ്ങുകയാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് കൂടുതൽ പവർഫുൾ, ബിയർ ആണോ അല്ല ബുള്ളാണോ? ഹൗ ടു ഇന്റർപ്രറ്റ് ഇറ്റ്. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പർ കിട്ടി. ഇതാണ് യഥാർത്ഥത്തിൽ പറയുന്നത്. ഇവിടെയാണ് ഇതിന്റെ
ഇതിന്റെ മാജിക്. നിങ്ങൾ ഒരു ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെന്ന് സങ്കല്പിക്കുക. ഏകദേശം 0.25 ഡെൽറ്റ ഉള്ള കോൾ ഓപ്ഷൻ കണ്ടെത്തി അതിന്റെ IV നോട്ട് ചെയ്യുക. തുടർന്ന് ഏകദേശം 0.25 ഡെൽറ്റയുള്ള പുട്ട് ഓപ്ഷൻ കണ്ടെത്തി അതിന്റെ IV നോട്ട് ചെയ്യുക. ഇനി കാൽക്കുലേറ്റ് ചെയ്യുക. കോൾ IV മൈനസ് പുട്ട് IV ഈക്വൽ ടു ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഒന്നുമല്ലെങ്കിൽ 0. ഒരു പോസിറ്റീവ് റിവേഴ്സൽ എന്നാൽ കോളിന്റെ IV പുട്ടിന്റെ IV യേക്കാൾ കൂടുതലാണ്. ട്രേഡർമാർ പുട്ട് ഓപ്ഷനുകളേക്കാൾ കൂടുതൽ പ്രീമിയം കൊടുക്കുന്നത് കോൾ ഓപ്ഷനുകൾക്കാണ്. ഇതൊരു ബുള്ളിഷ് ബയസിനെ സൂചിപ്പിക്കുന്നു. ഭയത്തേക്കാൾ കൂടുതൽ പോസിറ്റിവിറ്റി നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് കരുതാൻ പറ്റും. ഒരു റാലി മിസ്സായി പോകുമോ എന്നാണ് മാർക്കറ്റിന് ആശങ്ക. അല്ലാതെ ക്രാഷ് വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ആൾക്കാരല്ല മാർക്കറ്റിൽ കൂടുതലുള്ളത്. ഉയർന്ന ഗ്രോത്ത് ഉള്ള അസറ്റുകളിലോ കമ്മോഡിറ്റിയിലോ ഇത് സാധാരണയായിട്ട് കാണാറുണ്ട്. അവിടെ മുകളിലേക്കുള്ള ഒരു വലിയ കുതിപ്പ് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ ഈ ഒരു രീതിയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമുക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഒരു നെഗറ്റീവ് റിവേഴ്സൽ ഇതിന് തികച്ചും വിപരീതമായിട്ടാണ്. നിഫ്റ്റി 50 പോലെയുള്ള സ്റ്റോക്ക് ഇൻഡെക്സുകളിൽ ഇത് വളരെ കോമൺ ആണ്. ഇതിനർത്ഥം പുട്ടുകളുടെ IV കോളുകളെക്കാൾ കൂടുതലാണ് എന്നാണ്. ട്രേഡർമാർ താഴേക്കുള്ള തകർച്ചയിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടാനാണ് കൂടുതൽ പ്രീമിയം നൽകാൻ തയ്യാറായിരിക്കുന്നത്. ഇതിനൊരു ബെയറിഷ് അല്ലെങ്കിൽ ആ ഒരു ഭയത്തെയോ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. വലിയ ഫണ്ടുകൾ നിരന്തരം പുട്ടുകൾ പോർട്ട്ഫോളിയോ ഇൻഷുറൻസിനായിട്ട് വാങ്ങുന്നത് കൊണ്ടാണ് ഈ നമ്പർ മിക്കപ്പോഴും നെഗറ്റീവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ നെഗറ്റീവ് ആണെന്നതിനേക്കാൾ അത് എത്രത്തോളം നെഗറ്റീവ് ആണ് എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസ്ക് റിവേഴ്സലിൽ പെട്ടെന്നുള്ള ഇടിവ്, അതായത് കൂടുതൽ നെഗറ്റീവ് ആകുന്നത് ഭയം അതിവേഗം വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പോ നിങ്ങൾക്ക് ഏതാണ്ട് ഇതിന്റെ ഒരു കൺസെപ്റ്റ് പിടികിട്ടി കാണും. അപ്പൊ റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവ ഇവിടെ തന്നെ നിൽക്കൂ. കാരണം മാർക്കറ്റിലെ വലിയ നീക്കങ്ങളെ കുറിച്ച് ഇൻഡിക്കേറ്റർ എങ്ങനെ സിഗ്നലുകൾ നൽകി ഞാൻ കാണിച്ചു തരാം. പ്ലീസ് സ്റ്റേ ഹിയർ. ഇവിടെ ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിഫ്റ്റി 50യുടെ നവംബർ എക്സ്പയറി ഓപ്ഷൻ ചെയിൻ ആണ് ഈ കാണുന്നത്. ഇവിടെ കോൾ ഓപ്ഷൻ ഇടത് സൈഡിലും പുട്ട് ഓപ്ഷൻ വലത് സൈഡിലും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 25,550 പുട്ട് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡെൽറ്റ 24.75 ആണ് കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഇൻട്രൻസിക് വോളിയം IV 11.69. അതേസമയം അതേ ഡെൽറ്റ വാല്യൂ ഉള്ള, അതായത് 24-നും 25-നും ഇടയിൽ ഡെൽറ്റ വാല്യൂ ഉള്ള ഏത് സ്ട്രൈക്ക് പ്രൈസ് ആണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷനിൽ 26,150 ആണ് ഓൾമോസ്റ്റ് സിമിലർ ഡെൽറ്റ വാല്യൂ വരുന്നത്. ഏതാണ്ട് 24 ഡെൽറ്റ വാല്യൂ. അതിന്റെ ഇൻട്രൻസിക് വോളിയം 11.07. അപ്പൊ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു 11 കോൾ ഓപ്ഷൻ മൈനസ് പുട്ട് ഓപ്ഷൻ ആണ്. 11.07 മൈനസ് 11.69. നമുക്ക് കിട്ടുന്ന ആൻസർ -0.62 ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പുട്ട് സൈഡിലേക്കാണ്. മൈനസ് വാല്യൂ വന്നതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും പുട്ട് സൈഡിലേക്കാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ 59,200 സെയിം നമ്മളുടെ നവംബർ എക്സ്പയറി തന്നെയാണ്. പുട്ട് ഓപ്ഷൻ 59,200, ഡെൽറ്റ വാല്യൂ 25.20, ഇൻട്രൻസിക് വോളിയം 12.12. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ സെയിം ഡെൽറ്റ വാല്യൂ 25.20 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. 57,200ന്റെ സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് 25.20 തന്നെ സെയിം ഡെൽറ്റ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഇൻട്രൻസിക് വോളിയം നോക്കുകയാണെങ്കിൽ 12.78 ആണ് കാണുന്നത്. ഇവിടെ നമ്മൾ കോൾ ഓപ്ഷൻ IV ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 12.78 മൈനസ് 12.12 0.66 ആണ് നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ് മൊമെന്റം ആണ്, നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് മൊമെന്റം ആണുള്ളത്. അതൊരു വലിയ ഡിഫറൻസ് അല്ല. എങ്കിൽ കൂടിയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡിഫറൻസ് അല്ല നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ്. പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് ആണ് പെട്ടെന്നുള്ള ഒരു ഡിഫറൻസ് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു നമ്പറിനേക്കാൾ കൂടുതൽ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടുമാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ ഇൻഡിക്കേറ്ററും ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ ബോൾ അല്ല. 25 ഡെൽറ്റ റിസ്ക് റിവേഴ്സലും വ്യത്യസ്തമല്ല. നിങ്ങൾ മറ്റ് പല ടൂൾസുകൾക്കും ഒപ്പം ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ് ടൂളാണ്. വോളിയം കൂടാതെ മാർക്കറ്റിനെ അടിസ്ഥാനപരമായിട്ട് നയിക്കുന്നത് എന്താണെന്ന് അറിയുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും. കൂടാതെ ഓരോ മാർക്കറ്റിനും അതിൻ്റെതായിട്ടുള്ള സ്വാഭാവിക സവിശേഷതകളുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇക്വിറ്റി ഇൻഡെക്സുകൾക്ക് നെഗറ്റീവ് റിവേഴ്സൽ ഉണ്ടായേക്കാം. അതേസമയം ചില കമ്മോഡിറ്റികൾ സ്വാഭാവികമായിട്ടും പോസിറ്റീവ് ആയിരിക്കും. ആ ഒരു കമ്മോഡിറ്റി ഇൻഡെക്സിലും ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്ന് പറയാനാണ് ഞാൻ ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോകുന്നത്. പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അബ്സല്യൂട്ട് നമ്പർ എന്നതിലുപരി കാലക്രമേണ ആ നമ്പറിൽ വരുന്ന മാറ്റമാണ്. പെട്ടെന്നുള്ളതും അതുപോലെ കുത്തനെയുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സിഗ്നലാണ്. അതായത് നമുക്ക് പെട്ടെന്നൊരു മൂവ്മെന്റ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവും മാർക്കറ്റിന്റെ ആ ഒരു ട്രെൻഡ് അല്ലെന്നുണ്ടെങ്കിൽ സെന്റിമെന്റ് മാറി എന്നുള്ളത്. ഇത് നമുക്കൊരു സമ്മറി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ 3 കാര്യങ്ങളായിട്ട് സിമ്പിൾ ആയിട്ട്
കാര്യങ്ങളായിട്ട് ചുരുക്കി പറയാം. ഒന്നാമതായിട്ട് 25 ഡെൽറ്റ റിസ്ക് റിവേഴ്സൽ മാർക്കറ്റിന്റെ ഭയവും ആ ഒരു ഫിയറും ഗ്രീഡിനെസ്സും തമ്മിലുള്ള പോരാട്ടം അളക്കുന്ന ഒരു പ്രൊഫഷണൽ ടൂളാണ്. ബുള്ളിഷ് ബെറ്റുകളായ കോളുകളുടെ വിലയെ ബെയറിഷ് ബെറ്റുകളായിട്ടുള്ള പുട്ടുകളുടെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആ ഒരു ഗ്രീഡിനെസ്സിനെയും ഒരു നെഗറ്റീവ് വാല്യൂ ആ ഒരു ഫിയറിനെയും സൂചിപ്പിക്കുന്നു. പല അസറ്റുകൾക്കും പ്രധാനപ്പെട്ട സിഗ്നൽ അതിന്റെ നോർമൽ ലെവലിൽ നിന്നുള്ള ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. മൂന്നാമതായിട്ട് ഈ ഇൻഡിക്കേറ്റർ നമ്മൾ പരീക്ഷിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റിന്റെ ഒരു എഡ്ജ് നേടാൻ പറ്റും. പ്രൈസ് ചാർട്ടിൽ ആ ഒരു ചേഞ്ച് വരുന്നതിന് മുമ്പ് തന്നെ വലിയ സ്ഥാപനങ്ങൾ എന്തിനാണ് റെഡി ആവുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഒരു റിയാക്റ്റീവ് ട്രേഡിൽ നിന്ന് ആ ഒരു പ്രൊആക്റ്റീവായിട്ട് മാറാൻ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കും. ഇത് ഭാവിയെ കൃത്യമായിട്ട് പ്രവചിക്കുന്നതിനെ കുറിച്ചുള്ള മാർക്കറ്റിനെ നയിക്കുന്ന മറഞ്ഞിരിക്കുന്ന സെന്റിമെന്റ്സിനെ മനസ്സിലാക്കി സാധ്യതകൾ നേരത്തെ ലഭിച്ച് നിങ്ങളുടെ ഭാഗത്താകുന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. സ്മാർട്ട് മണി മാർക്കറ്റിൽ ഇട്ടുപോകുന്ന സൂചനകൾ വായിച്ചെടുക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെയോ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെയോ 25 ഡെൽറ്റ റിസ്ക് റിവേഴ്സൽ ഒന്ന് പോയി ചെക്ക് ചെയ്യേണ്ടതാണ്. അതെന്താണ് എന്നാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഏത് അസറ്റാണ് അനലൈസ് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ കാണുന്നത്, താഴെ കമന്റ്സിൽ എന്നെ അറിയിക്കുക. ഞാൻ എല്ലാ കമന്റുകളും വായിക്കുകയും നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ തരികയും ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊഫഷണൽ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും സ്മാർട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സ്മാർട്ടായിട്ട് തുടരാനും എല്ലാവിധ ആശംസകളും. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.